ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വശത്ത് വലിയ ചർച്ചകൾ നടക്കുന്ന അതേസമയം ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം അതികഠിനവും രൂക്ഷവുമാവുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ വിവരങ്ങൾ പ്രകാരം ഇസ്രായേലിന് നേരെയും തിരിച്ച് ഹിസ്ബുള്ളയ്ക്ക് നേരെയും ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഹിസ്ബുള്ളയുടെ ഒരു കമാൻഡർ കൊല്ലപ്പെടുന്നു. 10ഓളം പേർ ലെബനനിൽ അല്ലാതെ കൊല്ലപ്പെടുന്നു. അങ്ങനെ ഇസ്രായേൽ ശക്തമായ ആക്രമണം ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തുകയാണ്. ഇതേ സമയം ഹിസ്ബുള്ള അതിലും ശക്തമായി തിരിച്ചടി ഇസ്രായേലിലേക്ക് നൽകിയിരിക്കുന്നു എന്നാണ് ഏറ്റവും അവസാനം പുറത്തു വന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 55ലധികം റോക്കറ്റുകളാണ് ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള ഒറ്റയടിക്ക് വിക്ഷേപിച്ചത്. സാധാരണഗതിയിൽ ഹിസ്ബുള്ള ഇത്തരത്തിൽ റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് അയക്കാറുണ്ട്. അയൺ ഡോം സംവിധാനം അത് പലതും തകർക്കാറുണ്ട്. വളരെ കുറഞ്ഞ അളവിൽ ചില റോക്കറ്റുകളും മിസൈലുകളും ഇസ്രായേലിൽ പലയിടത്തും പതിക്കാറുമുണ്ട്. പക്ഷേ ഇത്തവണ 5ഓ 6ഓ കേന്ദ്രങ്ങളിൽ ഒരേ സമയം ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ പതിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. മിഷ്മാർ, ഹയാഥൻ, വയലൻ, ഹഷ്ഗർ തുടങ്ങിയ പല പ്രദേശങ്ങളിലും വ്യാപകമായി കൃഷിയിടങ്ങളിലേക്ക് ഈ റോക്കറ്റുകൾ വീണിട്ടുണ്ട്. ഈ കൃഷിയിടങ്ങളിലേക്ക് റോക്കറ്റുകൾ വീഴുന്നു, അവിടെ വയലുകൾ കത്തി നശിക്കുന്നു, കൃഷിയിടങ്ങൾ കത്തി നശിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ അതുകൊണ്ട് ആളപായമൊന്നും ഉണ്ടായിട്ടില്ല, വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇസ്രായേലിൻ്റെ അയൺ ഡോം സിസ്റ്റത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ശക്തമായി ഉയരുകയാണ്. അതായത് ഇസ്രായേലിന് നേരെ മിസൈലുകളോ റോക്കറ്റുകളോ ഒക്കെ വന്നാൽ അത് കണ്ടെത്താനും അതിനെ നിർവീര്യമാക്കാനും ശേഷിയുള്ള ഇസ്രായേലിൻ്റെ ഏറ്റവും കരുത്തുള്ള സുരക്ഷാ കവചമാണ് ശരിക്കും പറഞ്ഞാൽ ഈ അയൺ ഡോമുകൾ. ഈ അയൺ ഡോമുകൾ ഉള്ളതുകൊണ്ടാണ് ഒരു പരിധിവരെ ഈ ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ നടത്തുന്ന ആക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിലേക്ക് എത്താത്തതും ഇസ്രായേലിനെ ബാധിക്കാത്തതും. പക്ഷേ ഇപ്പോൾ ഇസ്രായേലിനുള്ളിലേക്ക് നിരന്തരമായി റോക്കറ്റുകളും മിസൈലുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 10 കിലോമീറ്റർ അകലെയുള്ള ലെബനനിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള ഇസ്രായേലിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലാണ് ഈ റോക്കറ്റുകൾ വീണിരിക്കുന്നത്. അങ്ങനെ ഒരു ആക്രമണം ഇസ്രായേലിനുള്ളിലേക്ക് നടക്കുമ്പോൾ അയൺ ഡോമുകൾ നിർവീര്യമാകുന്നുണ്ടോ, അതോ അയൺ ഡോമുകൾ അതിജീവിക്കാനുള്ള ആയുധങ്ങൾ ഹിസ്ബുള്ള പ്രയോഗിച്ചു തുടങ്ങിയോ, രൂക്ഷമായി പ്രയോഗിച്ചു തുടങ്ങിയോ എന്ന ചോദ്യം ശക്തമാവുകയാണ്. മിസ്ഗാം എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ വടക്കൻ കമ്മ്യൂണിറ്റിയിലെ സൈനിക മേഖലയിൽ ഈ ആക്രമണത്തിൽ 2 സൈനികർ മരിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷിയിടങ്ങൾ വ്യാപകമായി നശിക്കുന്നു. ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ ശക്തമാകുന്നു. അയൺ ഡോമുകൾക്ക് ഇവയെ പ്രതിരോധിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അതിൻ്റെ ശക്തി കുറയുന്നു എന്ന നിലയിൽ ഇപ്പോൾ ചർച്ചകൾ പുറത്തു വരികയാണ്. ഹിസ്ബുള്ള നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിനെതിരെ ഇസ്രായേലിൻ്റെ അയൺ ഡോമുകളെ നിർവീര്യമാക്കുന്ന വിധത്തിലുള്ള ആയുധങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്ന്. അപ്പോൾ യുദ്ധം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ ഗസയിൽ വ്യാപകമായ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ഹിസ്ബുള്ള ഏത് നിമിഷവും ഇസ്രായേലിനെ ആക്രമിക്കും എന്ന ഒരു വാർത്ത നിരന്തരമായി വരുന്ന സാഹചര്യത്തിൽ ആയുധങ്ങളുടെ മൂർച്ച കൂട്ടിക്കൊണ്ട് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം കടുപ്പിക്കുകയോ അല്ലെങ്കിൽ ചില ആയുധ സാമ്പിളുകൾ പ്രയോഗിക്കുകയോ ചെയ്യുകയാണ് എന്ന ചോദ്യം ശക്തമാകുന്നുണ്ട്. എന്തായാലും ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രായേലിലേക്ക് കൂടുതൽ വ്യാപിക്കുന്നത് ഇസ്രായേലിൻ്റെ സുരക്ഷ അപകടത്തിലാക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഭീതി വർദ്ധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുമുണ്ട്. അതോടൊപ്പം അയൺ ഡോമിനെ നിർവീര്യമാക്കുന്ന വിധത്തിലുള്ള ആയുധങ്ങൾ ഹിസ്ബുള്ള പറയുന്നത് പോലെ, അവർ അവകാശപ്പെടുന്നത് പോലെ പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിന് വലിയ നാശനഷ്ടമുണ്ടാക്കും, സംശയമില്ല.